ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ ഇരുന്ന് കരയുമായിരുന്നു. എന്റെയും നിങ്ങളുടെ ഹൃദയം കൊതിക്കുന്ന യഥാർത്ഥത്തിൽ സ്നേഹം, കാപ്പട്യമില്ലാത്ത സ്നേഹം. വളരെ ഭാരത്താണ് വന്നത്. എന്താ ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത്. ഈ ലോകത്ത് സ്നേഹം കിട്ടുന്നതൊക്കെ നിറയെ കാപ്പട്യങ്ങളാണ്. ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ ഇവിടെ ഇത്രയും ആൾക്കാർ ഉള്ളോണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷെ അലറിക്കരഞ്ഞേനെ. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്, നിഷ്കളങ്കമായി കരുതുന്ന ഒരപ്പനുണ്ട്. ഈ സ്നേഹം വരുമ്പോ ഉണ്ടല്ലോ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അങ്ങ് മാറാൻ തുടങ്ങും. പ്രാർത്ഥനാലയം ഒരുക്കുന്ന മനുഷ്യരക്ഷാ ധ്യാനം. ഒരു 4 സ്റ്റെപ്പിൽ കൂടുതൽ എനിക്ക് നല്ലപോലെ കയറാൻ പാടില്ലാത്ത ഞാൻ ഈ 3ാമത്തെ ഫ്ലോറിൽ 2 വയസ്സുള്ള കൊച്ചിനെ എടുത്തു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ കയറി പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ഭാരങ്ങളായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം ഞാൻ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡിലാണ് ഇവിടെ നിൽക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് ആ ഭാരം എന്നിലിരുന്ന് ഇങ്ങനെ തലയിൽ അങ്ങനെ പറന്നു പോകുന്നത് പോലെ. പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ആ ഭാരം വിട്ടുപോയി, വളരെ ഒരു സന്തോഷം കടന്നു വന്നു. അടുത്ത ധ്യാനം മെയ് 4 മുതൽ 10 വരെ. ഞാൻ വരുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭാരങ്ങളായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാരം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അല്ലാതെ ഒന്നും ഇല്ലാത്ത പോലെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു ഫീലാണ്. പിന്നെ ഈ തലയ്ക്ക് പിടിച്ച സമയത്ത് എന്തോ ഇങ്ങനെ എർത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഞാനിപ്പോൾ ഫ്രീ ആണ്. വന്നപ്പോൾ നെറ്റിയിൽ നല്ല വേദനുണ്ടായിരുന്നു. ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ട്. വരുമ്പോൾ നല്ല വേദനുണ്ടായിരുന്നു. ഈ ആരാധനയിൽ 2 ദിവസമായിട്ട് അഭിഷേകത്താൽ നിറഞ്ഞു, വലിയ ശക്തി പ്രാപിച്ചു. അതുപോലെ എനിക്ക് ഇപ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ വളരെ ഭാരത്തോടു കൂടിയായിരുന്നു ധ്യാനത്തിനായിട്ട് കടന്നു വന്നിരുന്നത്. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ ഒരുപാട് ടെൻഷനുള്ള ആളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നത് മുതലേ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് എപ്പോഴും സന്തോഷത്തിലാണ് ഞാൻ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കൂ, അവ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. മോനെ, മോളെ, നിന്നോടാ ദൈവം പറയുന്നേ. ഈ അവസരം നഷ്ടമാക്കരുത്.